നമസ്കാരം. ബിഗ് ബോസിന്റെ ഫാമിലി വീക്ക് ഏതാണ്ട് തീരുകയാണ്. എല്ലാരും വന്നവരൊക്കെ തന്നെ പൊടിയും തട്ടി തിരിച്ചു പോയി തുടങ്ങി. പക്ഷെ പല ഫാമിലിയും വരും. സിറ്റൗട്ടിൽ പോലും ഇരുത്തരുത്, ഇരുത്താം എന്ന് പറയുകയും അകത്ത് കയറ്റരുത് എന്നുള്ള ഉദ്ദേശത്തോട് പറയുന്ന ഒരമ്മയുണ്ട്. മറ്റാരുമല്ല, ലക്ഷ്മിയുടെ അമ്മ. ഇത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അമ്മയ്ക്ക് പറ്റിയ മോളോ അല്ലെങ്കിൽ മോക്ക് പറ്റിയ അമ്മയോ ഇതെന്തോ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വന്ന് ഈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വന്നവരെല്ലാരും അനീഷിന്റെ ആയാലും ശരി, ഷാനവാസിന്റെ ഫാമിലി, അതുപോലെ ഒനീലിന്റെ ഒക്കെ അമ്മയുടെ നല്ല സംസാരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതുപോലെ ബ്രദർ അതേ സൗണ്ട്. അങ്ങനെ എല്ലാരും അവിടെ വരുന്നവര് പരസ്പരം ഇവര് വഴക്കിട്ട് കഴിയുമ്പോൾ യോജിക്കുന്നതും അല്ലെങ്കിൽ യോജിക്കാനുള്ള പ്രേരണയും വെളിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ആർക്കൊക്കെയാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. അനീഷിന് ഇപ്പൊ ഇനി ഒരു കടുത്ത മത്സരത്തിലേക്ക് പോകുന്ന ഒരു വീക്കായിരിക്കും നെക്സ്റ്റ് വീക്ക്. കാര്യം എന്ന് പറഞ്ഞാല് ഏകദേശം ഫാമിലിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി അനീഷിന് നല്ല സപ്പോർട്ടുണ്ട്, അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ട്, ഷാനവാസിന് അത്യാവശ്യമുണ്ട്. അപ്പൊ രണ്ട് മൂന്ന് പേരുടെ അഞ്ചില് മൂന്ന് പേരുടെ കാര്യം ഏകദേശം ഒക്കെ തീരുമാനമായി. ഇനി രണ്ട് പേരുടെ കാര്യമുള്ളൂ. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ആഴ്ച എവിക്ഷൻ ആരാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഇതാണ്. ലാസ്റ്റ് വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലേ ആ വക കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു അമ്മയുടെ ഈ ഒരു പ്രകടനം ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനൊരു കമന്റ് പറയരുതായിരുന്നു. അവരെങ്ങനെ ആയിക്കോട്ടെ, അവര് ഞാനും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ആ ലെസ്ബിയൻ ആ ഒരു സ്റ്റൈലൊന്നും. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിട്ട് അവരെ എടുത്തു പറഞ്ഞ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെറ്റാണ്. ലക്ഷ്മി കാണിച്ചതോ വലിയ തെറ്റ് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിനപ്പുറം വലിയ ഒരു പിന്നെ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ മാതിരി അതിനെ ചൂടാക്കാൻ വേണ്ടി അമ്മയും കൂടെ വന്നിട്ട് അകത്ത് കയറ്റിയില്ലെങ്കിലും സിറ്റൗട്ട് ഇരുത്താന്ന് പറയുമ്പോ അത് വേറൊരു വ്യാഖ്യാനത്തോടെ അല്ലെങ്കിൽ പോലും അവർ പറഞ്ഞത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് എടുക്കുന്ന ഏത് രീതിയിലാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ലക്ഷ്മിയുടെ വോട്ടിംഗ് ശതമാനം അടുത്ത ആഴ്ച കുറയും. ഇതിനെ ഇപ്പം ഭയങ്കര ഒരു കോൺട്രവേഴ്സിയായി മാറിയേക്കുകയാണ്. അവര് ചിലപ്പം മനസ്സ വാച കർമ്മണ ഒന്നും അറിയാതായിരിക്കും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, അറിഞ്ഞു പറഞ്ഞാണെങ്കിലും അറിയാതെ പറഞ്ഞാണെങ്കിലും ആ ഒരു സാധനം അവിടെ വന്നുപോയി. ഇത് ലക്ഷോപലക്ഷം ആളുകള് പിന്നെ ഹോട്ട്സ്റ്റാറിലും ബേബി പ്ലസിലും ഒക്കെ കാണുന്നതാണ്. അപ്പൊ ഇതിനകത്തിൽ വരുന്ന ഈ ഒരു സാധനം അവരെങ്ങനെയാണെന്നുള്ളതല്ല, നമ്മൾ ശത്രുക്കളാണേലും മിത്രങ്ങളാക്കാൻ നോക്കേണ്ട ഒരു ഒരു സംഭാഷണവും ഒരു ഇടപെടലുമാണ് ബിഗ് ബോസിൽ ഈ ഫാമിലി ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനൊരു കോൺട്രവേഴ്സി അവര് പറഞ്ഞത് അവര് വലിയ ഇതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞൊന്നുമല്ല ലക്ഷ്മിയുടെ. എനിക്ക് തോന്നുന്നു എന്തായാലും ശരി ഒരു 4 വയസ്സ് 5 വയസ്സ്, ആ ഒരു 4 വയസ്സെങ്കിലും കാണും. ആ ഒരു കുട്ടി എന്തുകൊണ്ട് അകത്ത് കയറ്റുന്നില്ല? അപ്പൊ അതൊരു എനിക്ക് മനസ്സിലായില്ല. ഇതിന് മുമ്പേയും കുട്ടികൾ കേറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ബിഗ് ബോസിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നുള്ള എനിക്ക് അറിയത്തില്ല. ഒരു എക്സ്പ്ലോഷൻ അവിടെ ലക്ഷ്മി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെ കേൾക്കുന്നില്ല എന്ന് കണ്ടിട്ട് ലക്ഷ്മിയുടെ ഭർത്താവ് ഡിവോഴ്സ് എന്ന് പറയുന്നു. ഇവര് അങ്ങനത്തെ പ്രശ്നങ്ങളിലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഭർത്താവ് വന്ന് ഇത് കണ്ടിട്ട് ഇനി ഡിവോഴ്സ് കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും ശരി, അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വീടാക്രമിച്ച കേസുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും ശരി, അത് നമ്മുടെ വിഷയമല്ല. അപ്പം അതെന്തുവാട്ടെ, ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് നല്ലൊരു പ്രതികരണം ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനെതിരെ. നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, എന്റെ പേര് അനന്തപത്മനാഭൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റന്റായ വേദ് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന, കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ, അത് ഞാനാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട്. ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ്. അപ്പൊ പല കണ്ടസ്റ്റന്റുകളും ഫാമിലി വരുന്നു. ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിപ്പോ ചാനലിന്റെ അത് നമ്മള് ഫാമിലി എന്ന് വെച്ചാൽ നൂറയ്ക്ക് കിട്ടിയ പോയിന്റ് ആ ഫാമിലി യൂസ് ചെയ്യാൻ നൂറയ്ക്ക് ഫാമിലി വരുത്തേണ്ട ആവശ്യം അവർക്കില്ല.
ഒരു വീടുമായിട്ട് തെറ്റി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പവർ ആർക്ക് കൊടുത്തു? ബിന്നിക്ക് കൊടുത്തു. ബിന്നിക്ക് കൊടുത്തപ്പോൾ നമ്മൾ കേട്ടത് 7 ദിവസം, ഒരാഴ്ച, 7 ഡേയ്സ് അതിനകത്ത് കാണുമെന്നാണ് പറഞ്ഞത് ഫാമിലി. അത് എന്താണെന്ന് അറിയത്തില്ല. 3 ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോഴാണ് പുള്ളിയെ പാക്ക് ചെയ്തത്. ഈ ബിഗ് ബോസിന്റെ പല തീരുമാനങ്ങളും മാറി മറിയുന്നു. ഇതെന്ത് അത് പുള്ളി സ്വയം പോയതാണോ? അല്ലെങ്കില് ഇവര് പറഞ്ഞു വിട്ടതാണോ? ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ബിഗ് ബോസിനുള്ളിൽ പലതും നടക്കുന്നത്. എന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ, അതായത് എന്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത്. അത് പരമ ചെറ്റത്തരമായിപ്പോയി. അത് സത്യമാണ്. നമ്മളൊരു ഒരു ഒരു ബാക്കി എല്ലാ ഫാമിലിയും എന്റർടൈൻ ചെയ്യുന്നതിന് അവര് ബിഗ് ബോസ് കൂട്ടു നിന്നപ്പം ഇദ്ദേഹം പറഞ്ഞ ആ സാധനം കറക്റ്റാ. ചെറ്റത്തരം തന്നെ ആയിപ്പോയി. ബിഗ് ബോസിന്റെ ചെറ്റത്തരം ആ പുള്ളി പറയുന്നത്. പുള്ളിയെ കൊണ്ട് അത് പറയിപ്പിക്കണമായിരുന്നു ബിഗ് ബോസ്. ഒരു ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ നേരത്തെ റൂൾസ് വെക്കണമായിരുന്നു. ഇത്ര ഏജിന് താഴെയുള്ള ഇതെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് ഏതാണ്ട് അബ്യൂസീവ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സാധനം എന്തോ ഇതിനകത്ത് എന്ത് കുട്ടിയെ കയറ്റുന്നോണ്ടുള്ള നിയമപരമായ തടസ്സം എന്തെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഉള്ള ഹസ്ബൻഡ് പറയാണ് എന്റെ കുട്ടിയെ അവിടെ കയറ്റരുതെന്നും പറഞ്ഞു. പുള്ളി വല്ലതും പറഞ്ഞ് ഏഷ്യാനെറ്റിന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് വെച്ചിട്ട് അങ്ങനെ തോന്നാതിരിക്കാനാണ് ഇപ്പൊ ഇദ്ദേഹം വന്നൊരു ക്ലാരിഫിക്കേഷൻ തന്നത്. എന്തായാലും ശരി, അതൊരു തെറ്റായ നടപടിയാണ്. ബിഗ് ബോസ് തന്നെ ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ജനത്തിന് മുന്നിൽ നല്ലത് മാത്രം ചെയ്യുന്ന ഈ ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ചെറിയ സാധനം ചെയ്യുമ്പം അതിന്റെ ഉണ്ടാകുന്ന ഫലങ്ങള് ജനങ്ങളുടെ ഇടയിൽ പല വിധത്തിലായിരിക്കും. പൊതുജനം പലവിധം എന്ന് പറയും. എന്നാൽ പോലും അത് ന്യായമായ ഒരു കാര്യമാണെന്ന് ഏഷ്യാനെറ്റും ഓർക്കുന്നത് നല്ലതാണ്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.